അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊക്കെ കടങ്ങളുള്ളവരാണല്ലേ? ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഇസ്മുകൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ പ്രധാനപ്പെട്ട ഈ 4 ഇസ്മുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്ത് കടങ്ങളായിക്കോട്ടെ, എന്ത് പൈസ കൊണ്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് നീങ്ങിക്കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ പൈസ എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരാളുടെ മുന്നിലും ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടെ ലൈക്കും കൂടി ചെയ്യുക വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ സമ്പത്ത്. നമുക്ക് പൈസ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കൈ നീട്ടാൻ പാടില്ല പൈസ കൊണ്ട്. ആരും ഈ പൈസ ഉള്ളവരെ എല്ലാവർക്കും വലിയ വിലയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനെ ഒരു 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 കാഴ്ചപ്പാടാണ്, പൈസ ഉള്ളവന് മാത്രമേ ഇവിടെ എന്തും സാധിക്കാൻ കഴിയൂ എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, എനിക്ക് പൈസ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്ക് നല്ല ജോലിയുണ്ട്. അങ്ങനെ നല്ല ജോലിയുണ്ട്. പക്ഷെ അവർക്കെന്താണ്, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ശമ്പളമുണ്ട്, പക്ഷേ വീട്ടിലെ ചിലവുകൾ കാരണവും വീട്ടിലോട്ട് കൊണ്ടുവരും എന്ത് ചെയ്യുവാണെന്നറിയില്ല. പെട്ടെന്ന് കയ്യിലിരിക്കുന്ന പൈസകളൊക്കെ എങ്ങോട്ട് പോകുന്നെന്നറിയില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പൈസ കൊണ്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടിനും ഞാൻ ഈ പറയുന്ന ഈ 4 ഇസ്മുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ, സുബഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഞാൻ ഈ പറയുന്ന ഈ 4 ഇസ്മുകൾ നിങ്ങൾ 113 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. യാ ഫത്താഹു യാ അല്ല, യാ ഫത്താഹു യാ അല്ല എന്ന ഒരു ഇസ്മ, യാ അസീസു യാ അല്ല, യാ അസീസു യാ അല്ല എന്ന ഒരു ഇസ്മ, യാ ബാസിത്തു യാ അല്ല, യാ ബാസിത്തു യാ അല്ല, യാ റഷീദു യാ അല്ല, യാ റഷീദു യാ അല്ല എന്നിങ്ങനെ 4 ഇസ്മുകളാണ്. യാ ഫത്താഹു യാ അല്ല, യാ അസീസു യാ അല്ല, യാ ബാസിത്തു യാ അല്ല, യാ റഷീദു യാ അല്ല എന്നിങ്ങനെ 4 ഇസ്മുകൾ നിങ്ങൾ ഒന്നെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷം 113 പ്രാവശ്യം തുടർച്ചയായി ഓതിവരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഈ 4 ഇസ്മുകൾ മാത്രമല്ല കേട്ടോ നമുക്ക് പതിവാക്കേണ്ടത്. നിങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ 99 നാമങ്ങളും സാവധാനം നിർത്തി അക്ഷരം അറിഞ്ഞ് അക്ഷര സ്ഫുടതയോട് കൂടി ഓതാൻ കഴിയുമെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഓതാൻ കഴിയുന്നത് അങ്ങനെ ഓതുക. ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ഒരുപാട് ബർക്കത്തുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മുറുകെ പിടിക്കുക. അല്ലാഹു തആലയെ മുറുകെ പിടിക്കുക. ഒരു വഖത്ത് നമസ്കാരവും ഖളാ ആക്കാതെ നമസ്കരിക്കുക. കഴിവതും ഫർദ് നമസ്കാരങ്ങൾ ഖളാ ആക്കാതെ നമസ്കരിക്കൂ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് മാപ്പ് പറയുക. പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചോദിക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് അല്ലാഹു ഉറപ്പായിട്ടും കണ്ണ് തുറക്കുന്നതായിരിക്കും. മനസ്സിലൊരു ദൃഢമായ വിശ്വാസം വേണം, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ആഗ്രഹം നടത്തി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.